ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യൻ രമേഷ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ചെറിയൊരു ശബരിമല യാത്രയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബസ്സിലൊക്കെ കയറി, ഞാനും ചേട്ടനും കൂടെയാണ് പോകുന്നത്. വേറെ ആരുമില്ല, ഞാനും ചേട്ടനും കൂടെ കയറി ബസ്സിൽ ഇരുന്ന്. അപ്പോൾ അടുത്ത നമ്മൾ തമ്പാനൂർ എത്തി. അവിടെ നിന്ന് ബസ് കയറിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വോയിസ് ചെറിയ പ്രശ്നമുണ്ട്, വോയിസ് കേൾക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഭയങ്കര നല്ല കിടിലൻ യാത്രയാണ് ഗൈസ്, കിടിലൻ യാത്ര. ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. ഇവിടെ നല്ല മഞ്ഞ് ഗൈസ്, നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ മഞ്ഞില്ലാതെ. കൊല്ലം സൈഡൊക്കെ നല്ല ഭയങ്കര മഞ്ഞ് ഗൈസ്, അവിടെയൊക്കെ നല്ല മഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മഞ്ഞില്ലാതെ. നമ്മളവിടെ ചൂടും പൊഞ്ഞി ഒരു ചൂടായിരിക്കും, പക്ഷേ അത് ഇവിടെ നല്ല മഞ്ഞാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ പത്തനംതിട്ട ഇറങ്ങിയപ്പം കാപ്പി കുടിച്ചത്. അപ്പം ഇവിടെ നിർത്തിയപ്പം ഇങ്ങനെ ചായ കുടിച്ച് ഞാൻ ബസ്സിൽ കയറി. ഇത് മാത്രം അറിയാം ഇവിടെ ചെന്നാലും. ലുക്ക് ഗൈസ്, നമ്മൾ ഇങ്ങനെ പമ്പയിലെത്തി. ഇനി ഒരു കുളിയും കഴിഞ്ഞ് നേരെ പമ്പ കിണതുപോലെ നിന്ന് തിരുമുടി കെട്ടി നെയ്ത്തങ്ങ് നിറച്ച് നമ്മൾ നേരെ മല കയറും. പക്ഷേ നമ്മളോട് ഇനി 2-3 രൂപ വരാറുണ്ട്. അവർ നമ്മളിനി മുകളിൽ പോയി കാത്തിരിക്കും. അവർ വന്നിട്ട് നമ്മൾ പോകും, ഒരുമിച്ച് പോകും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനെ കിടന്നാലോ? പമ്പയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. ചേട്ടൻ കുളിക്കുന്നില്ല, ഞാൻ തലേ ദിവസം വെള്ളം ഒഴിക്കുന്നുള്ളൂ, തോർത്ത് കൊടുത്തു. നിങ്ങൾ ആഡംബരം നോക്കി ഞാൻ വലിയ നീന്തൽക്കാരിൽ നിന്ന് മനസ്സിലാക്കില്ല കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ മതിയേ. ഓ നടന്നു വയ്യ, ചേട്ടൻ ക്ഷീണിച്ചു പോയി. ഒന്നേ 1.6 1.5 കിലോമീറ്റർ കയറ്റം കാണിച്ചു. കഷ്ടം എന്ന് വെച്ചാൽ കഷ്ടം. നമ്മൾ അങ്ങനെ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി അഭിഷേകത്തിന് കൊടുത്തു, തന്ത്രി റൂമിൽ കൊണ്ട് അഭിഷേകത്തിന് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ആഴിയിലോട്ട് ഇനി നെയ്ത്തേങ്ങ കൊണ്ടിടാൻ പോവാം. അത് കഴിഞ്ഞിട്ട് അരവണയും അപ്പവും വാങ്ങിച്ചിട്ട് നേരെ ഇനി 2-3 വരാനുണ്ട്. അവർ വന്നിട്ട് നമുക്ക് ഇനി റൂം എടുക്കണം. റൂം എടുത്തിട്ട് ഒന്ന് കിടക്കണം സുഖമായിട്ട്. ഇത് രാത്രി പോയി വല്ലതും കഴിച്ചിട്ട് വീണ്ടും വന്ന് കിടന്നുറങ്ങണം. അല്ല കേട്ടോ, അത്രയ്ക്ക് ക്ഷീണമുണ്ട് ഗൈസ്, അത്രയ്ക്ക്. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം മുണ്ടി അടിച്ചു ഗൈസ്. അതാര് കാരണം? ഞാൻ കാരണം ഗൈസ്. ഇത് പറയാൻ ക്ഷമിച്ച് കളാട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൽ എത്തിയിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് സീറ്റില്ല, സ്ഥലമില്ല, റൂമെല്ലാം ഫുള്ള്. പിന്നെ അങ്ങനെ നമ്മൾ നൈറ്റിൽ പിന്നെ നമ്മളങ്ങ് ഇറങ്ങാതെ വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം അന്ന് 2 കൂടി നൈറ്റിലോട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലോട്ട്. പറയൂ, എക്സ്പീരിയൻസ് അറിയൂ. റൂമില്ലാത്തതിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. വരാമെന്ന് വിചാരിച്ചു തിരിച്ച് വീട്ടിലോട്ട്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ ശബരിമലയ്ക്ക് പോയിട്ട് ക്ഷീണമൊക്കെ ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പിടിച്ച് അമർത്തുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.
Let's see you again, guys.